ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇമോഷണൽ തോട്ട്സ് ആണ്. അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഇമോഷണലി അവർ ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസും സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Fool energy, Knight of Cups, Nine of Cups, Justice, Five of Wands, Hermit energy, Three of Cups, Queen of Wands, Seven of Wands, Queen of Pentacles, Two of Wands, Three of Pentacles, Knight of Swords, Queen of Cups, Moon energy, Three of Swords, Emperor, Six of Wands. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒരവസ്ഥ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇവർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ശ്രമിക്കുന്നുണ്ടായിരിക്കും, ഇവരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, മാറി നിൽക്കുന്ന സ്റ്റേജ് തന്നെയായിരിക്കും. പക്ഷെ എത്രത്തോളം മാറി നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാലും ഇവർ എത്രയും ഫാസ്റ്റ് ആയിട്ടാണോ നിങ്ങളിൽ നിന്ന് ഓടി മാറിപ്പോയത് അവിടെ നിന്നും ഒരു തിരിഞ്ഞു നോട്ടം ഇവരിൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവർക്കിവിടെ വളരെയധികം ഒരു കുറ്റബോധം എന്നതിനേക്കാൾ കൂടുതൽ ഒരു നഷ്ടബോധമാണ് അവർ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവര് സ്വയമേ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്ത അത് ഇവരെ ഭയങ്കരമായിട്ട് കീഴ്പ്പെടുത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റക്നെസ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ കുറച്ചൊരു ഈഗോ വന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഇവർ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഘടനയിലൂടെ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇവരുടേതായ രീതിക്ക് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ചൊരു കടുംപിടുത്തം വാശിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ എത്രത്തോളം കടുംപിടുത്തം വാശിയൊക്കെ ഇവരിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവർ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വീഴാൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് മാറിപ്പോകാനുണ്ടായ സാഹചര്യം അതെന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവർ റിയലൈസ് ചെയ്യാണ്. ഇവരായിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. ഇവരായിട്ടാണ് പോയത് എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള രീതിക്കല്ല ചില കാര്യങ്ങൾ ചില സത്യങ്ങളൊക്കെ ഇവരുടെ മുമ്പിലേക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോധ്യപ്പെടലൊക്കെ ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ആ ഒരു നഷ്ടബോധം ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നത്. ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസ് ആണ്. സ്വന്തം മനസാക്ഷി അനുസരിച്ച് സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടൊക്കെ ഇവർക്ക് വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വീണ്ടും നിലനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം, പരസ്പരം ആ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണം, ഇവരുടെ ഹൃദയത്തിൽ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം തന്നെ നിങ്ങളോട് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവരിപ്പോ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഒരു സമയത്ത് ഇമോഷൻസ് ഒന്നും
എക്സ്പ്രസ് ചെയ്യാതിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഈ ഒരു ഇമോഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല ഇവരിപ്പോ ഏത് സിറ്റുവേഷനിലും ആയിക്കൊള്ളട്ടെ നിൽക്കുന്നത്, ആ ഒരു സിറ്റുവേഷനിലെല്ലാം നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മിസ്സിംഗ് അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഒരു പ്രണയം, സ്നേഹം, ആത്മാർത്ഥത ഇതെല്ലാം തോന്നിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപക്ഷെ ഇതുവരെ പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഇമോഷണലി ഇവർ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. ഇവർക്ക് നിങ്ങളെ വേണമെന്നൊരു ചിന്ത ഇവരുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫൂൾ എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരാനും ആ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെ വീണ്ടും ഒന്ന് പ്രപ്പോസ് ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണമെന്നും ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല വൈകാരികപരമായിട്ട് വികാരം എന്ന് വെച്ചാൽ വികാരം എന്ന് പറയുമ്പോൾ ഇവര് ഹൃദയം കൊണ്ടൊന്നും ഭയങ്കര ചിന്തിക്കാത്ത വ്യക്തികളാണ്. കാരണം നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഇവർക്ക് കുറച്ചൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്നേഹമുണ്ട് ഇവർക്ക്. പക്ഷെ സ്നേഹത്തിനേക്കാൾ മുകളില് ഇവരിൽ നിൽക്കുന്നത് ഇവരുടെ ഒരു ഈഗോയാണ്. ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ ഭയങ്കരമായൊരു ദുർവാശിയൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇവര് പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ ഉള്ള ഒരു രീതിയുള്ള പേഴ്സൺ ആണ്. അപ്പൊ ആ സ്നേഹത്തിനേക്കാൾ മുകളിലേക്ക് ഒരു ഈഗോ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അവിടെ പലപ്പോഴും വർക്ക് ആവാതെ പോകും. നിങ്ങൾക്കും അറിയായിരിക്കും ഇവർക്ക് എന്തൊക്കെ വന്നാലും നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യമാണ് ഇവർ കൂടുതലായിട്ട് നോക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെറിയ രീതിക്കൊക്കെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഇവരെ വിശ്വസിച്ച് നിന്നിരുന്ന സിറ്റുവേഷൻ സാഹചര്യം അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ ഇവർക്ക് പുറകിൽ നിന്ന് നല്ല രീതിക്ക് കുത്തലുകൾ ഏറ്റിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരെ ട്രസ്റ്റ് ചെയ്തിരുന്ന വ്യക്തികൾ നിങ്ങളെക്കാൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് എങ്ങോട്ടെങ്കിലൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ചെയ്ത സിറ്റുവേഷനിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് വലിയ രീതിക്ക് ഒരു മുറിവേറ്റിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മുറിവേറ്റിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പേഴ്സൺ കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും പുറത്തു നിന്നുള്ള സാഹചര്യം കൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഗ്യാപ്പ് വീഴാൻ കാരണമായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥയാണ് ഇവരിപ്പോ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സത്യാവസ്ഥ അവരിൽ ബോധ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവർക്കൊരു കുറ്റബോധം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആ ഒരു നഷ്ടബോധം, എടുത്തുചാട്ടത്തിന് ചെയ്തു പോയ പ്രവൃത്തിയിലുള്ള നഷ്ടബോധം നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയാണ്. ഹൃദയം നുറുങ്ങുന്ന ഒരു വേദന തന്നെയാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ടാണ് പോയ ആ ഒരു യാത്രയിൽ പകുതി വെച്ച് നിന്നിട്ട് ഇപ്പൊ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഇവരെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ, നിങ്ങൾ ഹാപ്പി ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊക്കെ ഇവർക്ക് ഒരുപാട് ക്ലാരിറ്റികൾ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് നീക്കം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എവിടെയോ ഒരു ഹോപ്പ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഹോപ്പ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇവരുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു മനസ്സിൽ വന്നിരിക്കുന്ന മനംമാറ്റത്തിന് പിന്നിലുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മിസ് ചെയ്തിട്ട് തിരിച്ചു വരിക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് ആ ഒരു മിസ്സിങ്ങിലേക്ക് വരാൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഈ ഒരു രീതിയിലുള്ള മനംമാറ്റം വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ഏറ്റിരിക്കുന്ന മുറിവാണ്. അല്ലെങ്കിൽ അവർ എത്ര ട്രസ്റ്റ് കൊടുത്താണോ ഒരു സ്ഥലത്തേക്ക് പോയത് അവിടെ നിന്നും അവർക്ക് പുറകിൽ നിന്ന് നല്ല രീതിക്ക് കുത്തലുകൾ ഏറ്റിട്ടുണ്ട്. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും അവർക്കൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിരിക്കുന്നു. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ച് എങ്ങോട്ടേക്കാണോ ഇവർ പോയത്, അല്ലെങ്കിൽ ആർക്ക് പ്രാധാന്യം നൽകിയാണോ ഇവർ പോയത്, ഏത് സാഹചര്യത്തിന് പ്രാധാന്യം നൽകിയാണോ ഇവർ പോയത്, ആ ഒരു സാഹചര്യം അവർക്ക് ഗുണമായിട്ടല്ല വന്നത്. മാത്രമല്ല നിങ്ങളുടെ കണ്ണുനീരൊക്കെ കണ്ടുപോയവരാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്കൊരു വലിയ രീതിക്കുള്ള കണ്ണുനീര് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഹൃദയം മുറിക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻ അവർക്ക് അവിടെ നേരിടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെയാണ് നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു സാഹചര്യം വന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നതും ആ ഒരു നഷ്ടബോധം അവരെ തളർത്തുന്നതും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നൈറ്റ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, രാത്രി സമയത്താണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെയധികം നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് മാത്രം റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് പുറത്തു വരണം എന്നുള്ള ചിന്തകൾ വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഘടന തിരികെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വല്ലാത്തൊരു ഭയം ഇവരെ ഇങ്ങനെ
പുറകെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭയം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേഴ്സണ് ഇങ്ങനെ ഒരു ചിന്തകളിലൊക്കെ മനസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണമായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അവരുടെ ഉള്ളിലെ ഫിയർ ആണ്. വല്ലാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുവരെ അവർക്ക് അതൊരു ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സാഹചര്യം ഇങ്ങനെ ആയപ്പോ ഇനിയിപ്പോ നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് വെളിപ്പെടുത്തണം. നിങ്ങളോട് തുറന്ന് സംസാരിക്കണം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ ഒരു ഭയത്തേക്കാൾ കൂടുതൽ ഇപ്പുറത്തെ സൈഡിൽ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വീണ്ടെടുക്കണം എന്നുള്ള ചിന്ത അതാണ് അവരിൽ ഇപ്പൊ കൂടുതലായിട്ട് നിൽക്കുന്നത്. ആ ഒരു ചിന്ത കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കോംപ്ലക്സ് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ എന്നാൽ നിങ്ങളെ വീണ്ടെടുക്കുകയും വേണം എന്ന് ഇതെല്ലാം നിങ്ങളോട് പറയുകയും വേണം. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ വളരെ പ്ലാനിങ്ങോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ഇവർ അങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര വിദഗ്ധരായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത്. അപ്പൊ എത്ര റിസ്ക് എടുത്താലും നിങ്ങളെ വേണമെന്നൊരു ചിന്തകൾ വന്നിട്ടുണ്ട്, വീണ്ടെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അത്രത്തോളം ഇവരോട് പ്രതികരിക്കില്ല. നിങ്ങൾക്ക് അത്രത്തോളം ഒരു സ്നേഹവും ഒരു അഡിക്ഷനും ഒക്കെ ഈ ഒരു പേഴ്സണോട് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഇങ്ങനെയൊക്കെ കാണിച്ചാലും നിങ്ങൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് നിന്നു കൊടുക്കുന്ന വ്യക്തികളാണ്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നും അത്രത്തോളം ഒരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഇഷ്ടം അനുസരിച്ച് മാത്രം നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ ഒരു കംഫർട്ട് സോണും കൂടിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കംഫർട്ട് സോണും കൂടി ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതീക്ഷ കുറച്ചെങ്കിലും ഇവരിൽ ഉള്ളത്. അല്ലെങ്കിൽ അവരുടെ ഈഗോ ഒക്കെ ഉണ്ടെങ്കിലും അവർ എങ്ങനെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ചിന്തകളിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇമോഷണലി വളരെയധികം നിങ്ങളോട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. മാത്രമല്ല ഇപ്പൊ അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യം മൂലം അവർ നിങ്ങളുടെ കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ സാമീപ്യം വേണം എന്നുള്ളൊരു ചിന്തകൾ വന്നിട്ടുണ്ട്. മനസ്സ് വളരെയധികം തളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും വീണ്ടും ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഡിസ്കണക്ട് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സോൾ കണക്ഷനെ വീണ്ടും ഒന്ന് ജോയിൻ ചെയ്യിക്കുക. അതിനുശേഷം ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പൊ ആ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു ജേർണിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വളർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു വിജയം, അതിന് വേണ്ടിയിട്ട് ഇവർ ഇമോഷൻസ്, ഇവരുടെ ആ ഒരു കടുംപിടുത്തം, പിടിവാശി ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ ഒന്ന് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറക്കുന്നുണ്ട്. സാഹചര്യം ഇവർക്ക് മോശമായി വന്ന സമയത്താണ് ഇവർ സ്വയം ഇവരുടെ ക്യാരക്ടറിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇവരെ മറക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ഇവരെ ഉപേക്ഷിച്ച് പോവാൻ സാധിക്കില്ല. അത്രത്തോളം നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. അവർക്ക് അറിയാമായിരുന്നെങ്കിലും അവർ കൂടുതലായിട്ട് അതിലേക്ക് ഗാഢമായി ചിന്തിക്കാനോ ഇറങ്ങാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോ ഇവർക്ക് ഇവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു നഷ്ടബോധം, അപ്പൊ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ചിന്തിക്കുന്ന ഒരു സമയമാണത്. ആ ഒരു സമയം യൂണിവേഴ്സ് ആയിട്ട് അവരിലേക്ക് എത്തിച്ചിരിക്കുകയും ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങളുടെ പേഴ്സൺ പ്രാധാന്യം ഏറ്റവും കൂടുതലായിട്ട് നൽകുന്നത്. അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനം ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു, അത് അംഗീകരിക്കുന്നു. തിരിച്ചറിവുകൾ മാത്രമല്ല, അവരത് അംഗീകരിക്കാൻ തയ്യാറാവുകയാണ്. നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വ്യക്തി എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊരു പ്രയോറിറ്റി അവർ നൽകുകയാണ്. അതുപോലെ ഈ റിലേഷൻഷിപ്പിലെ ഒരു കമ്മിറ്റ്മെന്റ് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഒരു വിജയം വേണം എന്നുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി ഇവരായിട്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എനർജിയിലേക്ക് ഇവരായിട്ട് തന്നെ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്നത്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനും ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരിക. അപ്പൊ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ഈ റിലേഷൻഷിപ്പിൽ വേണം, അല്ലെങ്കിൽ ആ ഒരു പുതിയ രീതിയിൽ പുതിയൊരു ഡയറക്ഷനിലൂടെ ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ പോയ രീതിയിലല്ലാതെ
ഇപ്പൊ പോയിക്കൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവുക. ഇവർ അത്രത്തോളം എഫേർട്ട് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരും കൂടെ എഫേർട്ട് എടുക്കാൻ ഇപ്പൊ തയ്യാറെടുക്കുന്നുണ്ട്. കാരണം വിജയം ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നിരിക്കുന്നത് കൊണ്ടാണ് സ്വന്തമായിട്ട് കൂടുതലായിട്ട് കുറച്ച് എഫേർട്ട് എടുക്കാം എന്നുള്ള ഒരു ചിന്താഗതികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിക്ക് ഒരു മനമാറ്റമൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കണക്ട് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു ഡൗട്ട്സ് ഒക്കെ തോന്നി, ഇവരിങ്ങനെ ആയിരുന്നില്ലല്ലോ നേരത്തെ എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ ആ ഒരു അകന്നു നിൽക്കുന്ന പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനംമാറ്റത്തിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒരു ചീറ്റിംഗ് അല്ല, അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന അപ്രതീക്ഷിതമായ തിരിച്ചടി മൂലം വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഒരു സാഹചര്യം കൊണ്ട് ഇവർക്ക് റിയലൈസേഷൻ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അതിനെ ഒരു കർമ്മ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ പവർ മറ്റൊരു രീതിയിൽ അവർക്കൊരു പെയിൻ കൊടുത്തു, അല്ലെങ്കിൽ തിരിച്ചറിവിന് വേണ്ടിയിട്ടൊരു സമയം കൊടുത്തു. ആ ഒരു തിരിച്ചറിവ് ചില വ്യക്തികൾ യൂസ് ചെയ്യും, ചില വ്യക്തികൾ യൂസ് ചെയ്യില്ല. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് കളയാൻ തയ്യാറായില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ പെട്ടെന്ന് അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചു. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു പേഴ്സൺ നിങ്ങൾ ആയതുകൊണ്ട് അവർ ആ ഒരു സാഹചര്യത്തിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് ആയിട്ടല്ല, പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കുന്നത്. കാരണം ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സാഹചര്യം കിട്ടിയിരുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇനിയും ഇവർ ഈ ഒരു സിറ്റുവേഷനിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരെ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങളെ പോലെ ഒരു പേഴ്സൺ ഇവർക്ക് ഇനി കിട്ടില്ല എന്നൊരു ചിന്തയും കൂടെ ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സാഹചര്യത്തെ വളരെയധികം പോസിറ്റീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതുവരെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതിരുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് മുന്നിട്ടിറങ്ങാനുമുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു കുറ്റബോധത്തെക്കാൾ കൂടുതൽ ഞാൻ already പറഞ്ഞായിരുന്നു, നഷ്ടബോധം തന്നെയാണ് ഇവരുടെ മുന്നിലേക്ക് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ highlight ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു നഷ്ടബോധത്തിൽ നിന്നും ഒരു result വേണം. എന്ന് വെച്ചാൽ positive ആയിട്ട് തന്നെ ഒരു result ഈ relationship ൽ കൊണ്ടുവരണം. ഈ ഒരു സാഹചര്യം ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിനെ ബാധിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം completely ഒരു transformation തന്നെയാണ് ഈ ഒരു person ഇപ്പൊ mentally ആണെന്നുണ്ടെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം focus ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തെ നേടുക എന്നുള്ള കാര്യത്തിലേക്കാണ്. അപ്പൊ നിങ്ങളെ chase ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവരിപ്പോ emotionally ഒന്നും നിങ്ങളിലേക്ക് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ chase ചെയ്ത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് നിങ്ങളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു result കിട്ടുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ relationship ൽ ഈ ഒരു no contact situation എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ continue ചെയ്യുകയായിരിക്കും. അപ്പൊ ഈ ഒരു period of time ൽ നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ changes വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് തന്നെ ഇവർ നിങ്ങളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ reaction എന്തായിരിക്കും? ആ ഒരു communication gap അല്ലെങ്കിൽ ആ ഒരു confusion ഇവരിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മനസ്സിലാക്കലില് ഇവർക്കൊരു confidence ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു person ന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ person മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു common friends വഴിയൊക്കെ അന്വേഷിക്കുന്നതിലൂടെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ വളരെയധികം ഒരു നീതിപൂർവ്വം ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കാനും ന്യായമായ രീതിയിൽ നിങ്ങളോട് പെരുമാറാനും അതുപോലെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു truth ഒക്കെ നിങ്ങളോട് വെളിപ്പെടുത്തുക. അതും അവരുടെ ആ ഒരു complex നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ എല്ലാം നിങ്ങളിലേക്ക് വെളിപ്പെടുത്തിയിട്ട് വളരെ clarity, നിങ്ങൾക്കൊരു clarity ആവശ്യമാണെന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം നിങ്ങളുടെ മനസ്സിൽ ഏറ്റിരിക്കുന്ന മുറിവ്, ഈ ഒരു person നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുറിവ് നിങ്ങൾക്കൊരു trust issues വരുത്തിയിട്ടുണ്ടായിരിക്കും. അത് ഇവർക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു clarity നിങ്ങൾക്ക് നൽകാനായിട്ടും അതുപോലെ തന്നെ നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം എന്നുള്ള ചിന്താഗതിയിലും ഇവർ നിൽക്കുന്നത്. അപ്പൊ സത്യസന്ധമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ ആ ഒരു സത്യസന്ധത വീണ്ടും തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് റിലേഷൻഷിപ്പിനെ മാറ്റണം എന്നുള്ള ചിന്താഗതികൾ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആണ്. അവർ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മനസ്സിലാക്കലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇമോഷണലി അവർക്ക് വീണ്ടും നിങ്ങളെ വേണമെന്നും വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും ഈ ഒരു ബന്ധത്തിന്റെ പുറകില് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനസ്സ് അത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു റിയലൈസേഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്നൊരു ചിന്താഗതി, ഇതുവരെ പ്രവർത്തിക്കാതിരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെരുമാറണം, ചെയ്യണം, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒരു റീബർത്ത് കൊണ്ടുവരിക, മൊത്തത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക.
മറ്റൊരു രീതിയിലൂടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പൊ ഇമോഷണലി വളരെ ബ്ലൈൻഡ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് അടുക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള രീതിക്കാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഇമോഷണൽസ് ഒക്കെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ചിലവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും ഒരു തിങ്കിങ് സ്റ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ അവർ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. ചിലവരുടെ കേസിൽ മാത്രമാണ് അവർ ആ ഒരു പ്ലാനിങ് ഒക്കെ നടത്തുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വലി നിങ്ങളുടെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സിറ്റുവേഷൻ നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഡെപ്ത് അനുസരിച്ചാണ് ആ ഒരു വേരിയേഷൻ ടൈമിങ്ങിൽ വരുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വീണ്ടും ഒരു മനംമാറ്റമൊക്കെ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വിജയം ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് ഇമോഷണൽ തോട്ട്സ് നമുക്ക് കിട്ടുന്നത്. ഇമോഷണലി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം ഒരു നഷ്ടബോധം തോന്നുന്ന പേഴ്സൺ ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഇവർ എന്തെങ്കിലും ഒരു കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ പ്രസൻസ് വളരെയധികം മിസ് ചെയ്യും എന്നുള്ളത്. അപ്പൊ ആ ഒരു മിസ് ചെയ്യൽ മാത്രമല്ല, ആ ഒരു വ്യക്തി അത് മിസ് ചെയ്ത് ബാക്കിലേക്ക് ഇറങ്ങി പോകുകയല്ല ചെയ്തിരിക്കുന്നത്, വീണ്ടും ഒരു തിരിച്ചുവരവിനായിട്ട് ഒരുങ്ങുകയാണ്, വീണ്ടും ഒരു കണക്ഷൻ ആയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ഈ ഒരു പോസിറ്റീവായ എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്, അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ വ്യക്തിയായിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കുക. ഏരീസ്, ലിബ്ര, ടി എന്നൊരു ലെറ്റർ, ജെ എന്നൊരു ലെറ്റർ, ഒക്ടോബർ മന്ത്, ട്രിവാൻഡ്രം, 1982, മൂലം, ഇടുക്കി, പൂരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എസ് എന്നൊരു ലെറ്റർ, 24, ഭരണി, എം എന്നൊരു ലെറ്റർ, ആർ എന്നൊരു ലെറ്റർ, അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. ഒ എന്നൊരു ലെറ്റർ, ചോതി, ഉത്രം, ആയില്യം, ഉത്രം അഗൈൻ വന്നിട്ടുണ്ട്, UAE വന്നിട്ടുണ്ട്, 3 എന്നൊരു നമ്പർ, വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ, വിശാഖം, കാപ്രിക്കോൺ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർക്കൊരു തടസ്സം നിൽക്കുന്നുണ്ട്. ആ ഒരു തടസ്സം എന്ന് പറയുന്നത്, ഇത് എത്രത്തോളം മനംമാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരിപ്പോ സ്റ്റക്ക് ആയിട്ട് നിൽക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ഓവർ തിങ്കിങ്ങും അതുപോലെ തന്നെ ഫിയറുമാണ്. വളരെയധികം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഭയമുണ്ട്. എങ്കിലും റിസ്ക് എടുക്കാനുള്ള മനസ്സ് ഇവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭയം നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു കണക്ഷന്റെ കാര്യത്തിൽ ഡിലേ വരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിരന്തരമായിട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്, ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണ്, ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളിലേക്ക് കണക്ട് ആവുക തന്നെ ചെയ്യും. ഒരു ദിവസമോ 2 ദിവസമോ അങ്ങോട്ടും ഇങ്ങോട്ടോ ലേറ്റ് ആയാൽ പോലും ആ ഒരു ഫിയറിനെ മറികടന്ന് ഇവർ എത്തും. കാരണം നിങ്ങളെ വേണം എന്നൊരു ചിന്ത വളരെ സ്ട്രോങ് ആയിട്ട് ഇമോഷണലി ഈ ഒരു പേഴ്സണെ തളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു കാര്യത്തിലേക്ക് വിജയപൂർവ്വം തന്നെ സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.